എങ്ങനെയാടി ഈ മുതലിനെ പ്രേമിക്കാൻ തോന്നുന്നത്? ഇപ്പൊ നീ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നിന്നെക്കാട്ടി ആത്മാർത്ഥത കൂടി ഒരാളെ സിറ്റിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അത് ഞാനും നമ്മൾ ഇതിൽ മുന്നിൽ ഒറ്റക്കെട്ടാണ്. ഒരു വല്ലാത്ത തരം കൈ വേണം. ഇതിൽ ഒറ്റക്കെട്ടൊരു പേടിയാണ്. അതെ, ചന്ദ്രന്റെ കൂടെ ഉള്ള താര. അത് തന്നെ ചന്ദ്രന്റെ താര. അത് തന്നെ ഒറ്റക്കെട്ടാണ്. പ്രമിസാണ്. ഇത് പൊളിക്കും. അത് പൊളിക്കണം. മള്ളി ഒരു മിനിറ്റിൽ 5 പെമ്പിള്ളേരെ പീഡിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് തൂക്കി കൊന്നാലും പറയും മള്ളി ചങ്കക്കൂടെ വേണമെന്ന്. അതാണ് താര. സത്യം. അവിടെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരാളെ കഴുത്തറുത്തോണ്ടിരിക്കുകയാണെങ്കിൽ പറയും, മനസ്സിലായില്ലേ? റോസാപ്പൂച്ച് തടവുവാണെന്ന് പറയും കഴുത്തില്. അങ്ങനെയല്ല, കത്തിക്ക് മൂർച്ചയുള്ള കത്തി വരെ ഇത് വെച്ച് മുറിക്കാൻ പറയും, മനസ്സിലായി? അങ്ങനെ ശ്രീവല്ലിക്കളി നിർത്തി കൊടുക്കണം. സത്യം. എന്നിട്ട് എന്ത് പറഞ്ഞാലും ന്യായം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു അല്ല. ഇത് മാത്രമല്ല, അതറിയാവോ, സിറ്റിയിലെ പലരും അസുഖം മുലയിൽ കെട്ടിപ്പിടിച്ചാണ് മാറ്റുന്നതെന്ന് വരെ പറഞ്ഞു കളഞ്ഞ്. വയറിലുണ്ടായിരുന്ന അസുഖം ഉണ്ടായിരുന്നു, അത് അസുഖം കെട്ടിപ്പിടിച്ചപ്പോ മാറിയുന്നത്. അതൊക്കെ അങ്ങനെ കഴിവുണ്ടായിരുന്നു. ചന്ദ്രന്റെ ഒക്കെ മൂലപൂരം എന്നെ മാറിയ ഗ്യാങ്സ്. ഇതൊക്കെ അങ്ങനെയൊന്നും അല്ലേ, ഇതൊക്കെ ചുമ്മാ വിശ്വസിക്കില്ലേ? ഞാൻ വിശ്വസിക്കാനാ പുള്ളിയുടെ കഴിവുകള്? ഞാൻ വിശ്വസിക്കാനാ? സത്യം. പുള്ളി കെട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലേ ഇതുവരെ? പുള്ളി പണ്ടങ്ങാണ്ട് ഓർമ്മ പോലും ഇല്ല. എന്റെ ഓർമ്മയില് എലി പണ്ടരിക്കേ പറ്റില്ല. നമ്മള് കണ്ടായിരുന്ന മറ്റേ ബൾബ് കത്തുന്നില്ല. ബൾബ് കത്തത്ത് റൂമിൽ കൊണ്ട് കയറ്റി കഴിഞ്ഞ പിന്നെ ബൾബ് കത്തുന്നില്ല നമ്മൾ നോക്കണ്ടേ? അത് ശരിയാ, ബൾബ് കത്തിയില്ല. പോയിട്ട് വന്നപ്പോഴത്തേക്ക് രണ്ടുപേരോട് നിന്ന രീതി ശരിയല്ലേ? അത് പിന്നെ ഒരു കാമുകന്മാർക്ക് കറണ്ട് ഇല്ലാത്തപ്പോ ചൂട് കാരണം ഫാൻ വെച്ച് ശരിയും. പക്ഷെ മള്ളി പറയുന്നത് എന്തറിയാവോ, മള്ളി ഇന്നെ വരാതെ ഒന്നും മുട്ട പോലും വെച്ചിട്ടില്ലെന്നെ. കിച്ചില്ലേ, മുത്തം വെക്കാൻ പുള്ളി സമയം എടുക്കാറില്ല. അതൊന്നും സമയം അങ്ങേരടാ പതിവ്രത ചമയൽ. ടാർഗറ്റ് സ്ഥിതിയിലുണ്ട്, നോക്കട്ടെ. ഞാൻ ആ ടാർഗറ്റുമായിട്ട് ഒരു ദിവസം സംസാരിച്ചായിരുന്നു. എന്ത് തോന്നി? പിടിച്ചു അവള് പറയുന്ന വാസുവണ്ണൻ വേണേലും ചെയ്തു കൊടുക്കാൻ ഞാൻ റെഡിയാന്ന്. എന്ത് പറയും ഈ പെണ്ണുങ്ങളുടെ അടുത്തല്ല എന്ത് പറയാം? ആ കുക്കുവിന്റെ വായിരിക്കുന്നത് മൊത്തം 2 മാസം മുമ്പ് ഞാൻ കേട്ടതാ. അത് കഴിഞ്ഞപ്പോ വന്നേക്കുന്ന അടുത്തത്. ഇങ്ങനെ എന്തൊക്കെ കേക്കണം? ഒരു കാര്യം, ഞാൻ ഇവിടെ ഒരു കാര്യം സംസാരിക്കുക, ചെറിയൊരു കാര്യം. ചെറിയ അറിയാലോ, എല്ലാത്തിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ വരുമല്ലോ, അത് സംസാരിക്കും. എന്താ ഇവിടെ നിൽക്കുന്ന എല്ലാരും കൂടെ? തിരിച്ച് വണ്ടി കയറിക്കൂടെ? പോകുമ്പോ വണ്ടി ഇരിക്കാം, ഏച്ചെങ്കിലും കൊള്ളാം. ഞാൻ ഒരു ടാർഗറ്റിന് പോവാ. എന്റെ കയ്യിലുണ്ട് നമ്പര്. അപ്പൊ ഞാനൊരു പാട്ട് എഴുതി. ഹലോ, അതെ, എവിടെയുണ്ട്? ഞാൻ മുതുക്കില്. ഓക്കെ ശരി. ആള് മുതുക്കിലുണ്ട് കേട്ടാ. മുതുക്കിലാ? കൊണ്ടുപോയി അങ്ങ് തട്ടിയ വേണ്ട. ഞാൻ പേര് ദോഷം. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് വേഷം മാറിപ്പോയിട്ടാണ് പിടിച്ചുകൊണ്ട് പോയിട്ട് മുലലിയെ പറ്റിയുള്ള എന്താണ് ഉദ്ദേശം എന്നൊന്ന് നമുക്കൊന്നും മനസ്സിലിപ്പിണ്ടാന്ന് അറിഞ്ഞാലോ? താരേ കൊണ്ടുപോയി മനസ്സിലിപ്പ് കറക്റ്റ് ആയിട്ട് എന്റെ കല്യാണം കഴിക്കാനാണോ, പ്രേമിക്കാനാണോ, സപ്പോർട്ട് ചെയ്യാനാണോ? ഞാനൊരു കാര്യം പറയട്ടെ. എടാ, എനിക്ക് 100% അറിയാം. അത് ഏത് ട്രാക്കിലോട്ട് പോണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അപ്പം
പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് ഒരു കാര്യമില്ല. സത്യം. ഇനി പറ്റുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം തലച്ചോറിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക സർജറി. ഇതൊക്കെ എന്ത് കാര്യം? മുഖത്ത് ചെയ്യണതിന്റെ പാതി പൈസ മതി. തല എന്തെങ്കിലും തലച്ചോറ് എന്തെങ്കിലും ചെയ്ത് മാറ്റാൻ നോക്കിയതിപ്പോ. ബാബു, ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഒരുമാതിരി അല്ല ഞാൻ സത്യം പറഞ്ഞതാ. ഞാൻ പ്ലാൻ പറഞ്ഞു പുള്ളി എങ്ങ് തട്ടിക്കൊണ്ടുപോയി കെട്ടിയാലോ. പിന്നെ അല്ല വേറൊന്നല്ല തെട്ടിക്കൊണ്ട് കെട്ടിയ പിന്നെ ബാക്കിയെല്ലാം കെട്ടിയിട്ട് നിർത്തേണ്ടി വരും. നടക്കൂല. മറ്റേ അവസാനം മറ്റേ പീഡനത്തിനെതിരെ കേസ് മാറും. മനസ്സിലായില്ലേ? വേണ്ട വേണ്ട, എനിക്കത് ആരോഗ്യം കൂടി വയ്യ. കാമുകനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞൊരു കേസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. സത്യം പത്രത്തിലൊക്കെ വരുന്ന എലിയുടെ മുലയില് റേപ്പ് ചെയ്ത സീനൊക്കെ ആലോചിച്ചോക്ക്. എന്നെ റേപ്പ് ചെയ്യണേ ചെയ്യണെന്നായിരിക്കും കരച്ചില്. എനിക്ക് എന്റെ കുടുംബക്കാരെ കാണണേന്നൊക്കെ ഹലോ ഹലോ സൂര്യമണി പറഞ്ഞ സൂര്യമണി. ആ இல்ல இல்ல பிஸி இல்ல ആ വാവയുടെ പിറന്നാളാണോ? നിങ്ങളല്ലേ അടുപ്പിച്ചടുപ്പിച്ചാണോ മണി ജനിപ്പിച്ച ഒരു ലിസ്റ്റ് ഒന്ന് കിട്ടോ? ഓ ഐഡിയ ഞാൻ കൊടുക്കാം കേട്ടോ. ചിന്തിക്കാൻ സമയം തരോ? ഞാൻ 7245. അയ്യോ ഇവിടെ കാണില്ല, ചിലപ്പോ പോകും കേട്ടോ. അല്ല ഇതൊരു ബാച്ച് പ്രൊഡക്ഷൻ ആണ്. ഓരോ ദിവസം ഇട്ട് ഓരോന്നുണ്ടായി വരാൻ. ഇന്നലെ അവന്റെ ബർത്ത്ഡേ, ഇന്ന് അവന്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ. സ്വന്തത്തിൽ നടത്താൻ ചന്ദ്രനല്ലേ ചന്ദ്രന്റെ പോലെ കഴിവില്ലെങ്കിൽ ഇമാതിരി പരിപാടിയൊക്കെ കാര്യം പറട്ടെ, സെറ്റ് ആവണോ ഇനി ഒരു വഴിയേ ഉള്ളൂ. ഇപ്പം സിറ്റിയില് മറ്റേ ഇവിടെ ഈ താരേനെ കൊല്ലാനെന്നും പറഞ്ഞ് മറ്റേ ബൽറാമെന്നും പറഞ്ഞിട്ട് നടപ്പുണ്ട് എന്നാണ് ഈ താര തന്നെ പറയുന്നത്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് നമ്മള് ഈ ബൽറാമെന്ന് ആയിട്ട് സാമ്യമുള്ള ഒരു ബൽറാമിന്റെ സംഘത്തിനെ സെറ്റ് ചെയ്യുന്നു. ബൽറാമാണ് ഇവനല്ലേ, ഇവനുണ്ട ഇവ സംസാരിക്കുമ്പോഴേ അവർക്ക് ഞാൻ വേറെ ബാച്ച് കൊണ്ട് കയ്യില്ല. ഞാൻ നൈസായിട്ട് അപ്പൊ ആ സമയം സംസാരിച്ചോളാം. എന്നാലും ഈ തൊണ്ടേന്ന് വരുന്നത് ഈ അലന്ന സൗണ്ട് ആണല്ലോ. ഓ പിന്നെ വായിന്ന് മുത്തു പറഞ്ഞ നോക്കണ. അന്നാ പണ്ടത്തെ പോലെയല്ല. അന്നാ പണ്ട് എന്റെ സൈഡിലായിരുന്നു. ഞാൻ അണ്ണന്റെ അടുത്ത് തിരിച്ചൊന്നും പറയൂല. എടാ അവള് പറഞ്ഞ കാര്യം നീ സംസാരിച്ചാ അവർക്ക് പിടി കിട്ടുമെന്ന്, അതാണ് ഉദ്ദേശിച്ചത്. അത് വേണ്ട ഞാൻ നിന്നെ കുറ്റം എന്തല്ലോ പറയാ. ഞാൻ ചിരിച്ചാ കളിയാക്കിയാ ഇല്ല അണ്ണ എപ്പോഴും ഇപ്പൊ എന്റെ സൗണ്ടിനെ കുറ്റം പറഞ്ഞു. ഞാൻ എന്റെ സൗണ്ട് സൗണ്ട് എടാ നിന്റെ സൗണ്ട് മാറ്റത് എല്ലാം പറഞ്ഞു. നിന്റെ ടോൺ ഉണ്ടല്ലോ ബംഗാളി. അത് വേറെ ടോൺ എന്റെ കയ്യിലുണ്ടല്ലോ. ഹലോ ഹലോ തട്ടിക്കൊണ്ട് പോകണം നീ ബൽറാമാണെന്നുള്ള രീതി പറയണം. ഹലോ ഡോരോ ഞാൻ ബലറാമാണ്. തട്ടിക്കൊണ്ട് പോകണം. വെൽക്കം. എയർപോർട്ടിൽ അനൗൺസ്മെന്റ് കൊടുക്കാൻ നിർത്താം കേട്ടോ. എങ്കിൽ പാളത്തി ഇരുത്തും ഞാൻ കേട്ടാ. അത് ഇവിടെ നിർത്തൂല, കേരളത്തിൽ നിർത്തൂല. പാളത്തി കൊണ്ടിരുത്തില്ലേ ആട്ടണത് ഞാനായിരിക്കും. മാട്ടും പക്ഷെ ആടുന്നത് വേറെ ആളായിരിക്കും. നിന്റെ അണ്ണനായിരിക്കും ആടുന്നത്, അവളായിരിക്കത്തില്ല കേട്ടോ. അണ്ണൻ പറ പോയോ ഈ പുള്ളി? മറ്റേ ലോങ് ഡിസ്റ്റൻസില് ഇവിടെ പുള്ളി മുലലിയെ കുറ്റം പറയും. 24 മണിക്കൂർ ഫോണിലാണ് പുള്ളി. ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും, ഇങ്ങനെ അനങ്ങാതെ നിൽക്കും. മുലലി ഫോണും മറ്റേ വെച്ച് ചന്തി വെച്ച് ഓടും. അണ്ണ ഇങ്ങനെ അനങ്ങാതെ നിൽക്കും. നെറ്റ് ചെറിയ സീനുണ്ട്. മറ്റേ സമ്പർക്ക പ്രശ്നമാണോ? ഇല്ല അങ്ങനെ അല്ല. സെറ്റ് ചെയ്യുന്നു. നമ്മള് താരേനെ തട്ടിക്കൊണ്ട് പോകുന്നു. താരേനെ നമ്മള് മനസ്സിലായില്ലേ? പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. ഒന്നുകിൽ താരേനെ ഭീഷണിപ്പെടുത്തിയിട്ട് നമുക്ക് പറയാം ഈ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നടക്കാൻ പറ്റത്തില്ല എന്ന് പറയണം. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം ബൽറാമിന് താരെടുത്ത് ഇഷ്ടമുണ്ടെന്ന്
ബൽറാം തട്ടിക്കൊണ്ടു പോവാൻ നോക്കുന്നത് പുള്ളിയുടെ ആത്മാർത്ഥ പ്രണയം കാരണമാണെന്ന് പറയാം. ആ അതുകൊണ്ടാണ് കൊല്ലാതെ ഇത്ര നാളെ വെച്ചിരുന്നെന്ന് കൂടി പറഞ്ഞത്. ശരി അല്ല ബൽറാം ശരിക്കും താഴെ ഇട്ടുള്ള ആളാണോ? അങ്ങനെ ആക്കാലോ. അവളുടെ ശത്രുക്കൾ അവളെ കൊല്ലാതെ അങ്ങനെ അങ്ങനെ ഓ അങ്ങനെ പക്ഷെ ഇവക്ക് നമ്മള് മാറ്റുന്നു. അല്ല ഇവള് നേരിട്ട് ബൽറാമിനെ കണ്ടിട്ടുണ്ടോ? അവള് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിഞ്ഞൂടാ. ഹലോ ബാബു ചേട്ടല്ലേ? അതെ ബൽറാം ആണോ? ഹലോ അല്ല ബാബു ചേട്ടൻ ഞാൻ ഇത് സൊല്ലിയാകണോ നീ അവളോ അഴക് ഈ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഫോൺ വന്നിട്ട് എടുത്തോണ്ട് പോകണമെന്ന് നമ്മള് അണ്ണാ. കട്ട് ചെയ്തിട്ട് പിന്നെ സംസാരിക്കും. അല്ല ഞാൻ ബൽറാമിന് തപ്പുമായിരുന്നു സിറ്റിയിൽ. ബൽറാം ആവാൻ പറ്റിയ ആരെ കൊണ്ട് നോക്കി ഒരു ഷോർട്ട് ലിസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്, എന്നെ പറഞ്ഞുതരാം. നീ വിളിച്ച മറ്റേ സൂര്യബസിലല്ലേ? അല്ലല്ല ബൽറാമിന് സൂര്യ അണ്ണാ ഒന്നേ നമുക്ക് കഴുകൻ സുരേന്ദ്രനെ വിളിക്കാം. സൂര്യ അവരൊന്നും വേണ്ട, വേണ്ടേ? അവനൊക്കെ അഭിനയിച്ച് അണ്ണാ മറ്റേ നമ്മുടെ സ്പെഷ്യൽ എൻട്രി അണ്ണാ കടൽ ഡാനി ഉണ്ട്. വേണ്ടേ അണ്ണാ? അത് അണ്ണൻ്റെ അണ്ണൻ കരൽ ഡാനി, അത് കടൽ ഡാനി, വേറെ വേറെ ആൾക്കാരാണ് രണ്ടും. ഞാൻ വെച്ചാൽ മറ്റേ സൂര്യബോസ് ചന്ദ്രബോസ് കൊച്ചുണ്ടായി അതുപോലെ. ഇത് സിംഗം 3 വില്ലനാണ് ഇത് കടൽ ഡാനി. അണ്ണ ഇത് നമുക്ക് പ്ലാൻ സെറ്റ് ആക്കി പ്രോ കണ്ട 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 ഞാനിതുപോലെ തന്നെ 10 സെക്കൻഡിൽ വിളിക്കല്ലേ. നമുക്കിത് സെറ്റ് ആക്കി അവളെ തട്ടിക്കൊണ്ട് പോയി ബാബു അവളുടെ തലയരിയണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബൽറാമായിട്ട് വരുന്നവൻ അവളെ എങ്ങ് കെട്ടണം, കൊണ്ടിട്ട് കെട്ടിയിട്ട് കെട്ടണം. അതൊക്കെ കെട്ടിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ സമ്മതിക്കില്ലേ? ഇത് അത് ഭയങ്കര എലി ഒരു പെങ്കൊച്ചില്ലേ, ഇങ്ങനെ പറയാവോ? അത് മോശമല്ലേ? ബ്രൂട്ടിലാണ്, അത് കുറച്ച് മോശമാണ്. അത് നമുക്ക് കല്യാണം വേണ്ട, വേറെന്തെങ്കിലും സെറ്റ് ചെയ്യാം. വേറെ എന്നാ തട്ടിക്കൊണ്ടെങ്കിൽ പോട്ടെ, എങ്ങോട്ടേലും എങ്ങോട്ടേലും കൊണ്ടുപോട്ടെ. ബൽറാം വന്ന് ആ താരയും ദാസിനെയും എല്ലാത്തിനെയും കൊണ്ടുപോട്ടെ. ഇത് ബാബുശ്ശേരി ഉങ്ങളോട് ചൊല്ലി ആകണം ഉങ്ങൾ അവളോ അഴുകുന്ന് പറഞ്ഞിട്ട് കോള് കട്ടിയത്. ഹലോ ഇതാണ് എന്റെ ചോദിക്കണേ. നമ്മൾ ഒറ്റ കെട്ട് പറഞ്ഞിട്ട് എന്റെ കെട്ട് പൊളിച്ച ഞാൻ എന്റെ കെട്ട് പൊളിച്ചേ, ഞാൻ കേട്ടില്ലേ? അവളോ അഴുകുന്ന് പറഞ്ഞപ്പോ അഴുക്കുന്നെ. അയ്യോ അഴുക്കെന്നല്ല, ഒരു അഴുക്ക് വിളിക്കുന്ന. ഓക്കെ ഓക്കെ അഴുക്കിനെ വിളിച്ചതാ. ഓക്കെ ഓക്കെ എന്നെ പോലെ ഒരു പാവത്തിനെ നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ രണ്ടുപേരും എലി മനസ്സൊന്നും വിചാരിക്കല്ലേ എലി, കാരണം എനിക്ക് കുറച്ച് പൈസ ചെലവുണ്ടായി, അതുകൊണ്ടാണ്. ഞാൻ ഒരു എഡിറ്റർ എടുത്തിട്ടുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, എനിക്കത് മുതലാണ്. വേറെ വിചാരിക്കല്ലേ? സത്യം പറയല്ലേ, എലി വന്നപ്പോഴാണ് എഡിറ്റർ വെച്ചത്. അത് ഞാൻ ഇപ്പഴേ ബാബു ഇനി ഞാൻ അങ്ങോട്ടേക്ക് ഇവിടെ ഉണ്ടാവല്ലോ. എങ്കിൽ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം അതിനെ പറ്റിയല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ ഒറ്റ കേട്ടാ. അപ്പൊ എനിക്കിപ്പോ ഞാൻ ബാബു എനിക്കിപ്പോ എന്റെ കാര്യത്തിൽ പോലും ഇത്ര ആത്മാർത്ഥത, പക്ഷെ നിനക്ക് എങ്ങനെങ്കിലും മറ്റേ അതെ അങ്ങനെയാണ്. ഞാൻ എലിയുടെ കൂടെ സാലറി പതുക്കെ കൊടുക്കാം, പ്രശ്നമില്ല. സാലറിക്ക് കാശിനെങ്കിൽ ഇടയ്ക്ക് പറഞ്ഞാൽ മതി. എങ്കിൽ എലി പറയുമ്പോഴേ ഉള്ളൂ ഇത് ബാക്കി. ഓക്കെ സെറ്റ് 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 സെറ്റ്. ബാ 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 വണ്ടി